വീണ്ടും വാർത്തകളിലേക്ക്. പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിലെ ജനപങ്കാളിത്തം മുൻകൂട്ടി കാണുന്നതിൽ പോലീസിന് വൻ വീഴ്ച. പന്തളം CI, അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പത്തനംതിട്ട SP മെമ്മോ നൽകി. ആൾക്കൂട്ടം, MC റോഡിലെ ഗതാഗത കുരുക്ക് എന്നിവയും പോലീസിന് മുൻകൂട്ടി കാണാനായില്ല. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ആണ് ചേരുന്നത്. ശ്രീരാജ്, എന്തായാലും ഏറെ ദിവസങ്ങൾക്ക് മുൻപേ വലിയ ചർച്ചയൊക്കെ ആയതാണ് ഇത് ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് ഇക്കാര്യത്തിൽ വേണ്ട ക്രമീകരണം നടത്തിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടല്ലോ. സ്വാതി, അങ്ങനെ തന്നെയാണ്. ഈ വൈകുന്നേരം ഉണ്ടായ പൊതുസമ്മേളനത്തിൽ വലിയ ജനത്തിരക്കുണ്ടായിരുന്നു. ഗതാഗത തടസ്സമടക്കം ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽപ്പോ നിലവിൽ പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഇത്തരത്തിൽ ഒരു ജനപങ്കാളിത്തം ഉണ്ടാകും, തിരക്കുണ്ടാകും എന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതിൽ പോലീസിന് വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട SP മെമ്മോയും പന്തളം CI, അടൂർ സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് എന്നിവർക്കും മെമ്മോ നൽകിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പും ഈ വിഷയത്തിന്മേൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. കാരണം അന്നേ ദിവസം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിപാടി, സ്ഥലമടക്കം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. പ്രധാനപ്പെട്ട അണ്ണാമല അടക്കമുള്ള തേജസ്വി സൂര്യ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വലിയ തിരക്കുണ്ടാകുമെന്ന കാര്യം പോലീസിന് മുൻകൂട്ടി കാണുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട പന്തളം പോലീസ് സ്റ്റേഷനിലെ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ മെമ്മോ പത്തനംതിട്ട SP നൽകിയിരിക്കുന്നത്. സ്വാതി. ശരി ശ്രീരാജ്.